റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ റേഷ്യോ അനാലിസിസ് തന്നെ വരുന്ന എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേക മോഡൽ ക്വസ്റ്റ്യൻ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് പ്രിപ്പയർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ മേക്ക് ഔട്ട് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. കറണ്ട് റേഷ്യോ 2.5, ലിക്വിഡ് റേഷ്യോ 1.5, പ്രൊപ്പറേറ്റേഴ്സ് റേഷ്യോ അതായത് ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് 0.75, വർക്കിംഗ് ക്യാപിറ്റൽ 60,000, റിസർവ് ആൻഡ് സർപ്ലസ് 40,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000, ദർ ഈസ് നോ ലോങ് ടേം ലോൺ ഓർ ഫിക്സീഷ്യസ് അസറ്റ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ, മാക്സിമം തന്നിരിക്കുന്ന വാല്യൂസ് ബേസ് ചെയ്തുകൊണ്ട് മാക്സിമം ഐറ്റംസ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് റേഷ്യോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് 2.5 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5:1 എന്ന് അതിൻ്റെ കൂടെ ഉണ്ടാവും, 1 എന്നുണ്ടാകും. അപ്പോൾ ഇവിടെ 2.5 റെപ്രസെൻറ്റ് ചെയ്യുന്ന കറണ്ട് അസറ്റിനെയും 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? കറണ്ട് ലാബിലിറ്റിയുമാണ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെ കിട്ടും? 2.5 മൈനസ് 1 1.5 എന്ന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടും. വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് 60,000. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് കണ്ടെത്താൻ പറ്റും. കറണ്ട് അസറ്റ് എങ്ങനെയാണ് കാണുക? 60,000 വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വാല്യൂ എടുക്കുന്നു, ഇൻറ്റു ഏതാണ് കണ്ടെത്തേണ്ടത്? കറണ്ട് അസറ്റ് ആണ്, അതിൻ്റെ പ്രൊപ്പോർഷൻ എടുക്കുന്നു, ഇൻറ്റു 2.5 ഡിവൈഡ് ബൈ 60,000 എന്നതിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 1.5 നമ്മൾ കണ്ടെത്തി, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 lakh എന്ന് കിട്ടും. ഇനി കറണ്ട് ലാബിലിറ്റി കാണാൻ എന്ത് ചെയ്യണം? 60,000 ഇൻറ്റു കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ 1 ആണ്, ഇൻറ്റു 1 ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ 1.5 ആണ്. അപ്പോൾ നമുക്ക് 40,000 എന്ന് കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ലിക്വിഡ് റേഷ്യോ ഇതിനാണ് 1.5 ആണ്. അപ്പോൾ 1.5 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 1.5:1 എന്നുണ്ടാവും. അതായത് 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന കറണ്ട് ലാബിലിറ്റി 1.5 എന്താണ്? ലിക്വിഡ് അസറ്റ് ആണ്. കറണ്ട് ലാബിലിറ്റി നമുക്കറിയാം 40,000 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഡ് അസറ്റ് കണ്ടെത്താം. 40,000 ഇൻറ്റു 1.5 ആണ് ലിക്വിഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ വരുന്നത്, ഡിവൈഡ് ബൈ 40,000ത്തിൻ്റെ പ്രൊപ്പോർഷൻ 1 ആണ് കറണ്ട് ലാബിലിറ്റിയുടെ. അപ്പോൾ 60,000 എന്ന് ലിക്വിഡ് അസറ്റ് കിട്ടും. ഇപ്പോൾ ലിക്വിഡ് അസറ്റും കറണ്ട് അസറ്റും അറിയാമെങ്കിൽ നമുക്ക് സ്റ്റോക്കിനെ കണ്ടെത്താൻ പറ്റും. അതായത് സ്റ്റോക്ക് ഈസ് ഈക്വൽ എന്നാണ് കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. 1 lakh മൈനസ് 60,000 40,000 എന്ന് നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മറ്റൊരു റേഷ്യോ ആണെന്ത്? റേഷ്യോ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എത്രയാണ് തന്നത്? 1 ആണ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് തന്നത് എത്രയാണ്? 0.75 ആണ് ഫിക്സ്ഡ് അസറ്റ് തന്നത്. അതായത് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ലോങ് ടേം ലോണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൻ്റെ എത്രയാണ്? 1 ആണ്. ഫിക്സ്ഡ് അസറ്റിൻ്റെ എത്രയാണ്? 0.75 ആണ് പ്രൊപ്പോർഷൻ വരുന്നത്. അങ്ങനെയാകുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെ വരും? 1 മൈനസ് 0.75 0.25 എന്ന് കിട്ടും. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ 0.25 ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് കണ്ടെത്താൻ പറ്റും. 60,000 ആണ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻറ്റു 1 ആണ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൻ്റെ പ്രൊപ്പോർഷൻ വരുന്നത്, ഡിവൈഡ് ബൈ 0.25 വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ ഇവിടെ നമ്മൾ കണ്ടെത്തിയത് 2,40,000 എന്ന് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ റിസർവ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്. പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2,40,000 ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൽ നിന്നും റിസർവ് ആൻഡ് സർപ്ലസ് 40,000 ക്വസ്റ്റ്യനിൽ നിന്ന് കുറക്കുന്നു. അപ്പം 2 ലക്ഷം നമുക്ക് ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഇതേപോലെ ഫിക്സ്ഡ് അസറ്റ് കണ്ടെത്താം. 2,40,000 ആണ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്, ഇൻറ്റു നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഫിക്സ്ഡ് അസറ്റ് ആണ്, 0.75 ആണ് അതിൻ്റെ പ്രൊപ്പോർഷൻ വരുന്നത്, ഡിവൈഡ് ബൈ 1 ആണ് ഫിക്സ്ഡ് അസറ്റിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ പ്രൊപ്പോർഷൻ. അപ്പോൾ നമുക്ക് 1,80,000 എന്ന് ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് 2 ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് ഒന്നെന്താണ്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനും, രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് അസറ്റ് പ്ലസ്
ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷനും. ഈ രണ്ട് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന പാർട്ടാണ് കാണിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 2,40,000 എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ളത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാക്കി മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റലാണ് മറ്റൊരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റ് 1,80,000. ഇനി കറണ്ട് അസറ്റ് എന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ചാലാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. സ്റ്റോക്ക്, അതേപോലെ പിന്നെ ക്യാഷ് ആൻഡ് ഡെപ്റ്റേഴ്സ്, അതായത് അതർ കറണ്ട് അസറ്റ് 40,000. ഇപ്പോൾ 1 lakh കിട്ടും. കറണ്ട് ലാബിലിറ്റി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000 ഉണ്ടായിരുന്നു. അതർ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ 30,000 നമ്മൾ കൊടുക്കുന്നു ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് 40,000 കിട്ടും. 1 lakh മൈനസ് 40,000 60,000 എന്ന് കിട്ടും. അപ്പോൾ ഈ 60,000 1,80,000 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,40,000 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ ശരിക്കും വരുന്നത്. അതായത് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വർക്കിംഗ് ക്യാപിറ്റൽ 60,000, ഫിക്സ്ഡ് അസറ്റും കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 2,40,000 എന്ന് കിട്ടും. അപ്പോൾ ഈ 2,40,000 ഇവിടെയും 2,40,000 ഈ രണ്ട് ഈ റേഷ്യോൻ്റെ ഇക്വേഷനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിലേക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ചില കേസിൽ നിങ്ങളോട് ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് വരക്കാൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും പറയും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നോർമലി ഈ രണ്ട് ടൈപ്പിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.